അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ടവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ നജ്മ് 20 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. അപ്പോൾ ഈ സൂറത്തിൽ ഇതുവരെയുള്ള പ്രധാന വിഷയങ്ങൾ, ഒന്ന്, ഈ സൂറത്ത് പരലോകത്തിനെ പ്രൂവ് ചെയ്യാണ്. പരലോകമുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിൻ്റെ സൃഷ്ടിപ്പുകളെക്കുറിച്ച് പറയുന്നു. അതേപോലെ കഅബ നമ്മൾ പഠിച്ചിരുന്നു. അതേപോലെ വഹി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പരലോകമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ആദ്യത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗത്തിൽ ഈ ആരൊക്കെയാണ് നരകത്തിൽ കിടക്കുക എന്നതാണ് രണ്ടാമത്തെ വിഷയം. അതിലാണ് അള്ളാഹു പറഞ്ഞത്, ഈ തെളിവുകളൊക്കെ കണ്ടിട്ടും അതിനെ കളവാക്കുന്നവർ, മുക്കദ്ദിബീൻ, അവരാണ് എന്ത് ചെയ്യുക, അവർ നരകത്തിൽ കിടക്കും. അവരുടെ രണ്ട് സ്വഭാവങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു, ഹൗലും ലഇബും എന്ന് പറഞ്ഞാൽ, ഹൗൽ എന്ന് പറഞ്ഞാൽ ധാരാളം പ്രവർത്തനം ചെയ്യും, പക്ഷേ ലക്ഷ്യമില്ലാത്ത പ്രവർത്തനമായിരിക്കും. ലഇബ് എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള കാര്യങ്ങളെപ്പോലും നിസ്സാരമായിട്ട് ഒരു തമാശയായിട്ട് ജീവിതത്തിനെ കാണുന്ന സ്വഭാവമുള്ളവർ സത്യം കാണാൻ കഴിയില്ല എന്നതാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു പോയിന്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ആരാണ് സ്വർഗത്തിൽ കിടക്കുക. ആരാ സ്വർഗത്തിൽ കിടക്കുക എന്ന് വെച്ചാൽ മുത്തക്കികളാണ് സ്വർഗത്തിൽ കിടക്കുക. ആരാണ് മുത്തക്കികൾ എന്ന് ചോദിച്ചാൽ തഖ്വ ഉള്ളവരാണ്. തഖ്വയെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. സത്യം കാണാൻ നമ്മൾ ശ്രമിക്കുമ്പം ധാരാളം തടസ്സങ്ങൾ നമ്മുടെ മുന്നിൽ വരും. അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള നമ്മുടെ മനസ്സിൻ്റെ എബിലിറ്റിയാണ്, നമ്മുടെ മനസ്സിൻ്റെ കഴിവാണെന്ത് തഖ്വ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ 21 മുതൽ 28 വരെയുള്ള ആയത്തായിരിക്കും സൂറത്തൂറ്. ഈ ആയത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർമ്മയുണ്ടെങ്കിൽ തഖ്വയെ ആരാണ് സ്വർഗത്തിൽ കിടക്കുക എന്ന് പറഞ്ഞതോടൊപ്പം സ്വർഗത്തിനെ കുറിച്ച് അള്ളാഹു ഇങ്ങനെ വിവരിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയാണ്. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഖുർആൻ്റെ ഒരു സ്വതസിദ്ധമായ ശൈലി കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് സബ്ജക്റ്റിലേക്ക് അള്ളാഹു പോവാണ്. നമുക്ക് തോന്നുകയാണ് കംപ്ലീറ്റ്ലി നമ്മളൊരു ഭൗതികമായിട്ട് സബ്ജക്റ്റുകളെ കാണുന്ന രീതി വെച്ചുകൊണ്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനത്തിന് എന്ന് വെച്ചാൽ സ്വർഗത്തിൽ കിടക്കുന്നവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് സ്വർഗം വിവരിക്കുന്നതിൻ്റെ ഇടയിൽ, ആ വിവരണത്തിൻ്റെ ഇടയിൽ ഈ ഭൂമിയിൽ നിന്ന് ആര് സ്വർഗത്തിൽ കിടക്കും എന്നതിൻ്റെ ഒരു ക്വാളിറ്റി അള്ളാഹു അവതരിപ്പിക്കുകയാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഇത് നമ്മൾ ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നൊരു കാര്യമാണ്. അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് വിവരിക്കുന്നത് സ്വർഗത്തിൻ്റെ വിവരണം നമുക്ക് പറഞ്ഞു തരിക എന്നതിൻ്റെ ഉദ്ദേശം മാത്രമല്ല, ആ വിവരണത്തിൻ്റെ ഇടയിൽ എങ്ങനെ സ്വർഗത്തിൽ കിടക്കുക എന്നുള്ളത് ഈ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് സ്വർഗത്തെയും നരകത്തെയും അള്ളാഹു വിവരിക്കുന്നത്. നമുക്ക് ആയത്തിലേക്ക് പോയിട്ട് അതിൻ്റെ ആശയങ്ങളിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. 21-ാമത്തെ ആയത്ത്, വല്ലദീന ആമനു. അപ്പോൾ സ്വർഗത്തിൻ്റെ വിവരണം ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ സ്വർഗത്തിനെ കുറിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹ് പറയാണ്, വല്ലദീന ആമനു, വിശ്വസിക്കുന്നവർ, വത്തബഅ്തഹും ദുർരിയത്തുഹും. വത്തബഅ്തുഹും, ഇത്തിബാ എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുക. അപ്പോൾ വല്ലദീന ആമനു, സ്വർഗത്തിൽ കിടക്കുന്നവരാരാണ്? വല്ലദീന ആമനു, വിശ്വസിച്ചവർ. അവർ മാത്രമല്ല, വത്തബഅ്തുഹും, അവരെ പിന്തുടർന്നവർ ആരാണ്? ദുർരിയത്തുഹും. ദുർരിയത്ത് എന്ന് പറയുന്നത് ദർറ് എന്നുള്ളതാണ് റൂട്ട്. ദർറ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ, ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ എന്ന് സൂറ സൽസല. ദർറ് എന്ന് പറഞ്ഞാൽ, ദർറ് എന്താണെന്ന് സയൻറ്റിഫിക്കലി ഇപ്പോൾ നമുക്ക് എന്താണ്, ക്വാണ്ടം ഫിസിക്സ് ഒക്കെ വരുമ്പം പണ്ട് ആറ്റമായിരുന്നു പറഞ്ഞത്. ഏറ്റവും ചെറിയ സാധനമാണ്, ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിളിനാണ് സ്മോൾ എന്ന്, ഏറ്റവും ചെറുത് അല്ലെങ്കിൽ പൊടി എന്നതിനൊക്കെയാണ് ദർറ് എന്ന് പറയുക. അപ്പോൾ ദുർരിയത്ത് എന്ന് പറയുന്നത് ശരിക്കും മക്കളാണ്, അടുത്ത ജനറേഷനാണ്. അപ്പോൾ നമ്മുടെ ചെറിയ ജനറേഷൻ, നമ്മുടെ അടുത്ത ജനറേഷൻ എന്നതാണ് ഒന്ന്. രണ്ട്, ദർറ എന്ന പദത്തിന് സ്പ്രെഡ് ചെയ്യാൻ അർത്ഥമുണ്ട്, വ്യാപിപ്പിക്കുക. അപ്പോൾ രണ്ടും ചേർത്ത് വെച്ചാൽ എന്തുകൊണ്ടാണ് മക്കൾക്ക് ദുർരിയത്ത് എന്ന് പറഞ്ഞാൽ, ദുർരിയത്ത് എന്താണ്? ഒന്ന് നമ്മുടെ ചെറുതാണ്, രണ്ട് നമ്മുടെ വ്യാപനമാണ്, നമ്മുടെ അടുത്ത തലമുറയാണ് ആര്? ദുർരിയത്ത്. അപ്പോൾ അള്ളാഹു സ്വർഗ വിവരണത്തിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ തഖ്വയെക്കുറിച്ച്, മുത്തക്കികളെ കുറിച്ച് പറഞ്ഞു, മുഖദ്ദിബിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് മക്കളെയും ഉപ്പാനെയും കുറിച്ച്, മാതാപിതാക്കളെ കുറിച്ച് ചേർത്ത് വെക്കുകയാണ്. ഇതാണ് നമ്മൾ സ്ഥിരം സംസാരിക്കുന്ന, ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. ഖുർആൻ ഒരു സാധാ ബുക്കിൻ്റെ ലീനിയർ സ്റ്റൈലിലല്ല സബ്ജക്റ്റ് അവതരിപ്പിക്കുക. എന്ന് വെച്ചാൽ സ്വർഗം, അതിൽ ആപ്പിള്, അതിലിങ്ങനെ പോയിട്ട് ഇങ്ങനെ പോവല്ല ചെയ്യുക. പെട്ടെന്ന് സ്വർഗത്തിൻ്റെ ഇടയിൽ അള്ളാഹു ലഇബിനെ, കളിതമാശയെക്കുറിച്ച് പറഞ്ഞു.
കളിതമാശയ്ക്ക് ശേഷം തക്കുവയെക്കുറിച്ച് പറഞ്ഞു, പെട്ടെന്ന് കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിലൊരു വൈരുദ്ധ്യമില്ല. ഇതിനെക്കുറിച്ചാണ് യുക്തിവാദികളൊക്കെ ജംബിൾഡ് വേഴ്സസ് എന്ന് ഖുർആനെ കുറിച്ച് പറയുന്നത്. വെച്ചാൽ ഒരടുക്കും ചുട്ടില്ല, അങ്ങനെ വിഷയം പോലെയാണ്. ശരിക്കും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളെ ജീവിതം അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്ന ജീവിതം ഇങ്ങനെ ലീനിയർ ആണെന്നാണ്. നമ്മളെ ജീവിതം അങ്ങനെയാണ്. ഒരു ദിവസം തലവേദന, മറ്റു ദിവസം ടയർ പഞ്ചർ, പിന്നെ ദിവസം നമ്മൾ നന്നാവും, പിന്നെ നമ്മൾ മോശമാവും, പിന്നെ കല്യാണം. ജീവിതം അങ്ങനെയാണ്. നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ആ ജീവിതത്തിനെ അലൈൻ ചെയ്തുകൊണ്ട് സൃഷ്ടാവ് അവതരിപ്പിക്കുന്നതാണ് ഖുർആൻ. എന്ന് വെച്ചാൽ ജീവിതത്തിൽ കുടുംബവും തഖ്വയും ലഇബും പിന്നെ ഹൗദൊക്കെ ഇങ്ങനെ ചേർന്ന് വരുന്നതാണ് എന്നതും കൂടി ഖുർആൻ്റെ വളരെ സുന്ദരമായ പാഠമാണ്. വല്ലത് ഇത് വേറെയും ഇതിന് ഇങ്ങനെ പറയുമ്പോൾ കുറേ പറയാൻ പറ്റും. ഇത് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയതല്ല എന്നതും ഇത് പ്രൂഫാണ്. ഒരു മനുഷ്യൻ എഴുതുമ്പോൾ അതിനൊരു ലീനിയാരിറ്റി ഉണ്ടാവും, ഒരു ഘടന ഉണ്ടാവും. ആ ഘടനയിലല്ല എന്ത് ഖുർആൻ അവതരിപ്പിക്കുന്നത്. അപ്പം വല്ലദീന ആമനു, വിശ്വസിച്ചവർ സ്വർഗത്തിൽ കടക്കും, വത്തബഅതുഹും ദുർരിയത്തുഹും, അവരുടെ മക്കളും എന്ത് ചെയ്യും, അവരെ ഫോളോ ചെയ്ത മക്കളും സ്വർഗത്തിൽ കടക്കും. ബി ഈമാനിൻ, അതാണ് അതിൻ്റെ വിഷയം. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അവരെ പിന്തുടർന്ന മക്കൾ എന്ത് ചെയ്യും. അപ്പോൾ ഓരോ വാക്കും പ്രിസൈസാണ്, ഓരോ വാക്കും പിന്നെ ആദർശത്തിന് വളരെ കൃത്യമായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അൽഹഖ്ന ബിഹിം ദുർരിയത്തുഹും. അൽഹഖ്ന എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരമായ ഒരു വാക്കാണ് ഖുർആനിലെ. ലഹിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം കണ്ടുമുട്ടുക എന്നാണ് അർത്ഥം, കൂട്ടിച്ചേർക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഈ കണ്ടുമുട്ടുന്നതിന് വേറൊരു വാക്ക് ആർക്കെങ്കിലും ഖുർആൻ സ്ഥിരം ഉപയോഗിക്കുന്നത് ലിഖ, മുലാഖാത്ത് എന്നതിന് ലിഖ. മുലാഖാത്ത് എന്ന് പറയുന്നത് ആ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിനെ ഫോക്കസ് ചെയ്യാണ്, ആ മൊമെന്റിനെ ഫോക്കസ് ചെയ്യാണ്. അതേസമയം ലഹിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുമുട്ടുന്നു എന്ന പ്രോസസ്സിനെ ഫോക്കസ് ചെയ്യുന്ന വാക്കാണ്. എന്ന് വെച്ചാൽ അൽഹഖ്ന എന്ന് പറഞ്ഞാൽ വളരെ ഇമോഷൻ നിറഞ്ഞ ഒരാണ്. അൽഹഖ്ന എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാർ ഒരുമിച്ചായിരുന്നില്ല, അവർ തമ്മിൽ അകലെ ആയിരുന്നു. പക്ഷെ അള്ളാഹു എന്ത് ചെയ്യുന്നു, അൽഹഖ്ന, അവരെന്ത് ചെയ്യും, ചേർത്ത് വെക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മളും മക്കളും ഒരുമിച്ചാണെന്ന് നമുക്ക് തോന്നുകയാണ്, താൽക്കാലികമായിട്ടുള്ളൊരു കണ്ണിയാണ് നമുക്കുള്ളത്. അൽഹഖ്ന ബിഹിം, സ്വർഗത്തിലെങ്ങാൻ നമുക്ക് ഒരുമിച്ച് കടക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു അതിനെ പെർമനൻ്റ് ആയിട്ട് എന്ത് ചെയ്യും, ചേർത്ത് വെക്കും, അകലെയായിരുന്നവരെ ചേർത്ത് വെക്കും. രണ്ടാമതൊരു മീനിങ്, മരണത്തോടുകൂടി നമ്മൾ തമ്മിലൊരു വേർപാട് സംഭവിക്കുന്നു. നമ്മുടെ ഉപ്പ മരണപ്പെടുന്നു, നമ്മളും ഉപ്പയും തമ്മിൽ, നമ്മുടെ മകൻ മരണപ്പെടുന്നു. അൽഹഖ്ന ബിഹിം എന്ന് പറഞ്ഞാൽ ആ ചെറിയ വേർപാടിന് ശേഷം അള്ളാഹു ചേർത്ത് വെക്കുന്നു എന്നുള്ള വളരെ സുന്ദരമായ ഖുർആനിലെ പദമാണ് അൽഹഖ്ന. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും, അൽഹഖ്ന ബിഹിം, അവരെ ചേർത്ത് വെക്കും, ദുർരിയത്തഹും, മക്കളെ, വമാ അലത്നാഹും, അലത്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക, കുറക്കുക. അള്ളാഹു ഒന്നും കുറക്കുകയില്ല. വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈഇൻ, അവരുടെ അമലുകളിൽ നിന്നും അള്ളാഹു ഒന്നും കുറക്കൂല, എല്ലാം പൂർണ്ണമായി നൽകും. എന്നിട്ട് ഇസ്ലാമിൻ്റെ ഏറ്റവും ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു ഫിലോസഫിയാണ് അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹ് പറയുന്നത്, കുല്ലുംരിഇൻ ബിമാ കസബ റഹീൻ. കുല്ലുംരിഇൻ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനും ബിമാ കസബ, കസബ എന്ന് പറഞ്ഞാൽ എന്താണ്, സമ്പാദിച്ചതിന് റഹീൻ. റഹീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ, റഹീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ താൽക്കാലിക, ഈ പണയം എന്ന് പറയുമല്ലോ, പണയം, അതാണ് റഹീൻ. എന്താണ് പണയം എന്ന് പറഞ്ഞാൽ? പണയം, ഇത് മനസ്സിലാക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. പണയം എന്ന് പറഞ്ഞാൽ നമുക്ക് താൽക്കാലികമായിട്ടൊരു സാധനം ഉപയോഗിക്കണം, അതിന് ഗ്യാരണ്ടി ആയിട്ട് നമ്മളൊരു സാധനം വെക്കുന്നതിനെയാണ് പണയം എന്ന് പറയുക. അള്ളാഹു പറയുന്നത് എല്ലാ മനുഷ്യനും അവൻ്റെ സമ്പാദ്യം, ഏതാണ് സമ്പാദ്യം? പൈസയല്ല. സമ്പാദ്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമ്മൾ സമ്പാദിച്ചതിന് പണയമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? താൽക്കാലികമായിട്ട് കണ്ണ് ഉപയോഗിക്കാൻ തന്നതാണ്, താൽക്കാലികമായിട്ട് മക്കളെ ഉപയോഗിക്കാൻ തന്നതാണ്. അതിന് പണയം ആരാണ്? നമ്മൾ തന്നെയാണ്. ആ പണയം കൊണ്ട് നമ്മൾ എപ്പോഴാണ് ഫ്രീ ആകുക? കസബ, നമ്മളെ സമ്പാദ്യം നല്ല സമ്പാദ്യമാകുമ്പോഴാണ് ഈ പണയ അവസ്ഥയിൽ നിന്നും നമ്മളെ ഫ്രീ ആക്കുക. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? വളരെ വലിയ പാഠമാണ് അള്ളാഹ് തരുന്നത്. എന്ന് വെച്ചാൽ ജീവിതത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ ഉപയോഗിക്കുന്നതൊക്കെ താൽക്കാലികമായിട്ട് അള്ളാഹു ഒരു പണയത്തിന് പകരമായിട്ട്, നമ്മളെ പകരമായിട്ട് അള്ളാഹ് തന്നതാണ്. എപ്പോഴാണ് നമ്മൾ ഈ പണയത്തിൻ്റെ അവസ്ഥയിൽ നിന്നും ഫ്രീ ആകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല പ്രവർത്തനം ചെയ്ത് കസബ, നല്ല പ്രവർത്തിച്ചിട്ട് നേടിക്കഴിയുമ്പം സ്വർഗത്തിൽ മാത്രമേ ഒരാൾ എന്ത് ചെയ്യുള്ളൂ, ഫ്രീ ആവുള്ളൂ. അത് പറയുന്ന ഒരു ആയത്ത് സൂറ മുദ്ദസിറിലുണ്ട്. കുല്ലു നഫ്സിൻ ബിമാ കസബത്ത് റഹീന. കുല്ലു നഫ്സിൻ ബിമാ കസബത്ത് റഹീന, സെയിം പ്രയോഗമാണ്. ഇല്ല അസ്ഹാബൽ യമീൻ, സ്വർഗത്തിൽ കടന്നവർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ പണയത്തിൽ നിന്നും രക്ഷപ്പെടുള്ളൂ. ക്ലിയർ ആണോ? നമ്മളെ മുഖം കാണുമ്പോൾ ക്ലിയർ ആണല്ലോ അല്ലേ?
ഇതിൽ പിന്നെ ഖുർആനിലിവിടെ കുല്ലുംരിഇൻ, ഇംരിഇൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം. മനുഷ്യൻ എന്നുള്ളതിന് വേറെ പദം ഏതാണ്? ഇൻസാൻ എന്ന് പറയുന്നുണ്ട്, ബഷർ എന്ന പദമുണ്ട്. എന്തുകൊണ്ടാണ് ഖുർആൻ ഇവിടെ ഇംരിഇൻ എന്ന് ഉപയോഗിക്കുന്നത്? ഇതൊക്കെ വളരെ ഖുർആൻ്റെ ഭാഷാ സൗന്ദര്യത്തിൻ്റെ അങ്ങേയറ്റാണ്. ഇൻസാൻ എവിടെയൊക്കെ ഉപയോഗിച്ചോ അത് മനുഷ്യൻ്റെ സ്വഭാവം പറയുന്നിടത്താണ്. മനുഷ്യൻ, ഇൻസാനും മറന്നു പോകുന്നവൻ, മനുഷ്യൻ്റെ സ്വഭാവം പറയുന്നിടത്താണ്. ബഷർ എന്ന് പറയുന്നത് ഫിസിക്കൽ മനുഷ്യൻ, ബോഡിയുള്ള മനുഷ്യൻ. എന്താണ്? ഒരു പിന്നെന്താണ്, ഫിസിക്കലാണ്, ആത്മാവ് മാത്രമല്ല ബോഡിയും കൂടെ ഉള്ളവരാണ് എന്നതിലാണ് ബഷർ ഉപയോഗിക്കുന്നത്. പിന്നെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് റജുൽ. ശ്രദ്ധിക്കുന്നത്, റജുൽ എന്ന് പറഞ്ഞാൽ സാമൂഹിക ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയുന്നിടത്താണ് മനുഷ്യന് റജുൽ. ഇംറിഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മികമായ ഉത്തരവാദിത്തമുള്ള ആളാണ് മനുഷ്യൻ എന്ന് പറയുന്നിടത്താണ് ഇംറിഇൻ. ധാർമ്മികമായ ഉത്തരവാദിത്തം വെച്ചാൽ ശരി തെറ്റ് ചെയ്യുന്നതിന് ഉത്തരവാദിത്തമുള്ള ആളാണ്. അപ്പോൾ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. ഇനി ഇവിടെ ഈ ആയത്തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. കുടുംബം പറയുന്നതിൻ്റെ അടുത്ത് ഈ പണയത്തിൻ്റെ പ്രശ്നം എന്താണ്? നമ്മൾ ചോദിക്കും. കുടുംബം പറയുന്നതിൻ്റെ അടുത്ത് അള്ളാഹു എന്തിനാണ് എല്ലാ മനുഷ്യനും അവൻ സമ്പാദിച്ചതിന് പണയമാണെന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ, ഇവിടെ വളരെ സിമ്പിളാണ്, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് താൽക്കാലികമായി അള്ളാഹു തന്നതാണ്. നമ്മുടെ പ്രവർത്തനം അനുസരിച്ചിട്ടാണ് ആ പണയത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക എന്ന് അള്ളാഹു ഇവിടെ പറയുന്നതാണ് എന്ന് കാണാൻ പറ്റും. ഇതാണ് 21-ാമത്തെ ആയത്ത്. 22-ാമത്തെ ആയത്ത് ഇനി സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു വർണ്ണിക്കുകയാണ്. അംദദ്നാഹും, മദദ എന്ന് പറഞ്ഞാൽ നീട്ടിക്കൊടുക്കുക. അംദദ്നാഹും, അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. ബി ഫാക്കിഹത്തിൻ, പഴങ്ങൾ, വലഹ്മിൻ, മാംസം, മട്ടനും എല്ലാ പരിപാടിയും സ്വർഗത്തിലുള്ള പരിപാടികളെ കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മക്കളും ഞാനൊക്കെ എന്ത് ചെയ്യും, നമ്മളും മക്കളൊക്കെ എന്ത് ചെയ്തു, അവിടെ സ്വർഗത്തിലെത്തി. ഇനി വിഷയം സൗന്ദര്യത്തിലേക്ക് പോകാൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അംദദ്നാഹും, അവർക്ക് എന്ത് ചെയ്യും, അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. ബിഫാക്കിഹത്തിൻ, എല്ലാം, ആപ്പിള്, അനാറ്, എല്ലാ പരിപാടികളും. വലഹ്മിൻ, മാംസം. മിമ്മ യഷ്തഹൂൻ, അത് പറഞ്ഞാൽ തന്നെ നമ്മളെ മനസ്സിന് അറിയും. മിമ്മ യഷ്തഹൂൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളത്. അപ്പൊ ഈ ആയത്തിൽ തന്നെ 2 പ്രയോഗമുണ്ട് അബണ്ടൻസിന്റെ, സമൃദ്ധിയുടെ. എന്താണ്? ഒന്ന് അംദദ്നാഹും, അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. ബിമാ യഷ്തഹൂൻ, എന്താണോ വേണ്ടത്. നമ്മൾ പറയുന്നത് കാലിൻ്റെ പീസാണ് വേണ്ട, അങ്ങനെയാണെന്നാണ് നമ്മൾ പ്രത്യേക ആ ഒരു എന്താണ്, കുട്ടൻ ബിരിയാണി ഇപ്പോൾ ഏറ്റവും നല്ല അതാണ്. ബിമാ എന്താണോ ആഗ്രഹിക്കുന്നത് അത്. അല്ലാത്ത പ്രയോഗമാണ് സ്വർഗത്തെക്കുറിച്ച്. 23-ാമത്തെ ആയത്തിൽ യതനാസഊന ഫീഹ, യതനാസഊൻ, അടുത്ത സുന്ദരമായ പദമാണ് യതനാസഊൻ. യതനാസഊൻ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ചെയ്യലാണ്, എന്ന് വെച്ചാൽ പരസ്പരം കൈമാറലാണ്. അപ്പൊ യതനാസഊന ഫീഹ കഅസൻ, അവർ പരസ്പരം ആ പിന്നെ എന്താണ്, പാനപാത്രം, കുടിക്കുന്ന പാത്രം കൈമാറും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വെള്ളം കുടിക്കാൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ പോരെ, അവർ പരസ്പരം കൈമാറുന്നതിനെ കുറിച്ച് എന്തിനാണ് പറയുന്നത്? വിഷ്വലൈസേഷനാണ്. എന്ന് വെച്ചാൽ ഉപ്പയും മോനും മക്കളൊക്കെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറാണ്. ഒരു വല്ലാത്ത സുന്ദരമായ നിമിഷത്തിൽ അവർക്ക് കിട്ടിയ പാനീയം പരസ്പരം കൈമാറുന്ന സീന് അള്ളാഹു നമ്മളെ കൊണ്ട്, അള്ളാഹ് മക്കൾക്കും കൊടുക്കും ഇയാൾക്കും കൊടുക്കും എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല, അവർ പരസ്പരം കൈമാറും എന്ന് പറയുമ്പം കൈമാറുന്ന വളരെ ലൈവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ലാ ലഹുവുൻ ഫീഹ വലാ തഅസീം, അവരവിടെ ഒരു അനാവശ്യ വാക്കോ ഒരു അധാർമികമായ വൃത്തിയോ അവിടെ ഇല്ല. 24-ാമത്തെ ആയത്തിൽ വയതൂഫു അലൈഹിം, തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെവിടെയാണ്? നമ്മൾ മാത്രമല്ല, ആരൊക്കെ ഉണ്ട്? മക്കളും ഉണ്ട്. അപ്പോൾ നമ്മളും മക്കളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മട്ടൺ, പിന്നെ കുറേ ഫ്രൂട്ട്സ്, ഇതൊക്കെ ഇങ്ങനെ തിന്ന് പരസ്പരം ഇങ്ങനെ, അപ്പോൾ നമ്മളെ മനസ്സിൽ പറയണ്ട, മക്കളും മകനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം വയതൂഫു അലൈഹിം ഗിൽമാനുൻ, അവർക്ക് ചുറ്റും ഗിൽമാൻ എന്ന് പറഞ്ഞാൽ പരിചാരകരാണ്, സേവർ, അറ്റൻഡൻസ്. ഗിൽമാനും അവരെ ചുറ്റും ഇങ്ങനെ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഗിൽമാനും ഇങ്ങനെ ചുറ്റും. ലഹും കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ. ആദ്യത്തെ ഭാഗം ശരിക്കും പറഞ്ഞാൽ മതി നമുക്ക് സംതൃപ്തമാൻ. എന്താ വെച്ചാൽ ഒരു പരിചാരകൻ നമുക്ക് എന്ത് വേണം എന്ന് ചോദിച്ചുകൊണ്ട്. അങ്ങനെയല്ല, ആ പരിചാരകൻ ആരാണ്? അവൻ ലുഅ്ലുഉം മക്നൂൻ, മുത്തുകൾ പോലെ വളരെ അത്രയും നല്ല
കാണുമ്പോൾ തന്നെ നമുക്ക് പ്ലസന്റ് തോന്നുന്ന പരിചാരകർ, ഏതോ ഒരു പരിചാരകരല്ല, ഭയങ്കര അത്രയും നമുക്ക് ഇഷ്ടം തോന്നുന്ന പരിചാരകർ എന്ത് ചെയ്യും നമുക്ക്. പിന്നെ ഇവിടെ ഇൽമാൻ എന്ന് പറയുന്നത്, പിന്നെ വേറെ ഉപയോഗിക്കുന്ന ഈ യതൂഫു അലൈഹിം എന്ന് ഖുർആൻ ഉപയോഗിച്ചിടത്ത് വിൽദാനുൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ പിന്നെ ഖുർആൻ വായിക്കുന്നവരാണെങ്കിൽ വിൽദാൻ എന്ന് പറഞ്ഞാൽ കുട്ടികളാണ്, കുട്ടികൾ. അപ്പോൾ അവിടെ കുറേ കൂടെ കുട്ടികളുടെ നിഷ്കളങ്കതയാണെങ്കിൽ ഇവിടെ നമ്മുടെ സേവനം ചെയ്യുന്നതിനെ കുറിച്ചാണ് അള്ളാഹു ഫോക്കസ് ചെയ്യുന്നത്. 25-ാമത്തെ ആയത്തിൽ ഇനി സൗന്ദര്യം കൂടി വരികയാണ്, ഇതിൻ്റെ ലിംഗ്വിസ്റ്റിക് ബ്യൂട്ടി, ഭാഷാ സൗന്ദര്യത്തിൻ്റെ. അക്ബല ബഅ്ളുഹും അലാ ബഅ്ളിൻ യതസാഅലൂൻ. അവർ പരസ്പരം ഇങ്ങനെ പലതും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പരസ്പരം ചോദിക്കും. അപ്പോൾ സംസാരിക്കണം. അപ്പോൾ മക്കളും നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പം ഇതൊക്കെ ഇങ്ങനെ തിന്നുന്നതിൻ്റെ ഇടയിൽ അക്ബല ബഅ്ളുഹും അലാ ബഅ്ളിൻ യതസാഅലൂൻ, അവർ പരസ്പരം ഇങ്ങനെ സംസാരിക്കും പല അപ്പോൾ നമ്മളിങ്ങനെ വിഷ്വലി നമ്മൾ കാണുകയാണ്. 26-ാമത്തെ ആയത്തിൽ കാലു അവർ പറയും. അപ്പോൾ അവർ പറയുന്ന സീനാണ് ഇന്നാ കുന്ന ഖബ്ലു ഫി അഹ്ലിന മുഷ്ഫിഖീൻ. അതാണ് അതിൻ്റെ കോർ പോയിന്റ്. അവർ പറയുന്നത് എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ സ്വർഗത്തിലേക്ക് കടന്നത്? ഇന്നാ കുന്ന ഖബ്ലു, ഇതിന് മുന്നേ ഫി അഹ്ലിന. അഹ്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? അഹ്ല് എന്ന് പറഞ്ഞാൽ ഫാമിലി മാത്രമല്ല, അഹ്ല് എന്ന് പറഞ്ഞാൽ നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരൊക്കെ അഹ്ലാണ്. അഹ്ലുൽ ബൈത്ത്, പിന്നെ അഹ്ലുൽ കിതാബ്, ഒരു സാധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒക്കെ എന്താണ് അഹ്ലാണ്. ഇന്നാ കുന്ന ഖബ്ലു മിൻ ഫി അഹ്ലിന, നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവരോടുമുള്ള നമ്മുടെ സമീപനം മുഷ്ഫിഖീൻ എന്നാണ്. മുഷ്ഫിഖീൻ, അതുകൊണ്ടാണ് നമ്മൾ സ്വർഗത്തിലേക്ക് വന്നത്. എന്താണ് മുഷ്ഫിഖീൻ? ഷഫക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ലേഷനിൽ ഭയം എന്നായിരിക്കും ചിലപ്പം ഉണ്ടാവുക, ആശങ്ക, ഭയം എന്നായിരിക്കും. ഷഫക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിലെ ഭയത്തിനും പറയുന്ന പദങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ അറിയുന്ന? ഒന്ന് ഹൗഫ്. ഹൗഫ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാൻ സിംഹത്തിനോടുള്ള പേടിയാണ് ഹൗഫ് എന്ന് വെച്ചാൽ ഫിസിക്കൽ ഡേഞ്ചറിനോടുള്ള പേടിയാണ് ഹൗഫ്. പിന്നെ ഏതാണ്? ഖാഷിയ. അത് ഒരു സാധനത്തിൻ്റെ വലുപ്പം നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു AWE ഇംഗ്ലീഷിൽ പറയില്ലേ, ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. ഇത് അള്ളാഹിനോട് തോന്നുന്നത് ഖഷിയത്താണ്. ഇവിടെ ഷഫക്കാണ്. ഷഫക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അപ്രഹെൻഷനാണ്. അപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ വെറുതെയുള്ള പേടിയല്ല, ആ ഡേഞ്ചറിനെ മാറ്റാനുള്ള പണി നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്ന പേടിക്കാണ് ഷഫക്ക് എന്ന് പറയുക. ക്ലിയർ ആണോ? എന്ന് വെച്ചാൽ ഷഫക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഭയം ഉണ്ടാകും, പക്ഷെ ആ ഭയം കൊണ്ട് നമ്മൾ ആകെ എവിടെയോ ഇരുന്ന് പോവല്ല ചെയ്യുക, നമ്മൾ എവിടെയോ ബാക്കിലേക്ക് പോവല്ല. ആ ഭയം നമ്മളെ കൊണ്ട് ആ ഡേഞ്ചർ മാറ്റാനുള്ള പണി എടുക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് നമുക്ക് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ആ ബന്ധങ്ങളോട് നമ്മൾ എപ്പോഴും ഒരു ജാഗ്രതയോടുകൂടിയാണ് ആ ബന്ധം നമ്മൾ വെച്ചത്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? സ്വർഗത്തേക്ക് കടന്നത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രധാന വിഷയം ഇതെന്താണ് ഈ പറയുന്ന ജാഗ്രത എന്നാണ്. 27-ാമത്തെ ആയത്തിൽ അവർ പിന്നെയും പറയാണ് ഫമന്നല്ലാഹു അലൈന, അള്ളാഹു നമ്മളോട് ഔദാര്യം ചെയ്തു, വഖാന അദാബ സമൂം, നമ്മളെന്ത് ചെയ്തു? അവൻ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷിച്ചു. 28-ാമത്തെ ആയത്തിൽ ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉഹു, നമ്മൾ എന്ത് ചെയ്തു? ഇതിനു മുന്നേ അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചു. ഇന്നഹു ഹുവൽ ബർറുർ റഹീം, അവൻ ആരാണ്? ബർറുർ റഹീം. ബർറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നന്മയുടെയും സോഴ്സിന് പറയുന്നതാണ് അൽ ബർ. അള്ളാഹിൻ്റെ പേരാണ് അൽ ബർ. എല്ലാ നന്മയുടെയും സ്രോതസ്സാണ് അൽ ബർ. അള്ളാഹു ആരാണ്? നന്മയുടെ സ്രോതസ്സാണ്. മാത്രമല്ല അവൻ ആരാണ്? അർ റഹീം ആണ് എന്നുള്ളതാണ്. അപ്പം ബന്ധങ്ങൾ എന്താണ് ഇവിടെ വിഷയം? ഇവിടെ വിഷയം എന്താ? ഇവിടെ വിഷയം സമ്മറി നമ്മൾ പറയുകയാണെങ്കിൽ, ഒന്ന്, സ്വർഗത്തിനെ കുറിച്ചാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. സ്വർഗത്തിനെ കുറിച്ച് ധാരാളം വിവരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കിട്ടും, അതാണ് ഇതാണ്. അപ്പം നമ്മളിങ്ങനെ എങ്ങനെ സ്വർഗത്തിൽ കിടക്കുക? അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ബന്ധങ്ങളോടുള്ള നമ്മുടെ സമീപനമാണ്. ആ സമീപനം ശരിയായാൽ നമ്മളെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നല്ല പറയുന്നു. അതിനോടല്ല പറയുന്നൊരു കാര്യം വെച്ചാൽ ഷഫക്ക് ഉണ്ടാകണം. ബന്ധങ്ങളോട് നമുക്ക് ഉണ്ടാവേണ്ടുന്ന സമീപനം ഷഫക്കാണ്, എപ്പോഴും ഷഫക്ക്. എന്താണ് ഞാൻ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. രണ്ടാമത് ആ ആയത്തെ അവസാനിപ്പിച്ചുകൊണ്ട് അവർ പറയുന്നത് ഇന്നാ കുന്ന മിൻ ഖബ്ലു നദ്ഉഹു, എപ്പോഴും അള്ളാനെയാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത്. ബന്ധങ്ങളെക്കാൾ മുൻഗണന അള്ളാനോടുള്ള ബന്ധമാണ്. അതാണ് നദ്ഉഹു എന്ന് അള്ളാഹു ഇവിടെ പറയുന്നത് എന്ന് കാണാൻ പറ്റും. ഇനി ഞാൻ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പേ ഈ കോണ്ടെക്സ്റ്റിൽ എന്തിനാണ് ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞത്? സൂറ തൂറിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താ? സൂറ തൂറിൻ്റെ കോണ്ടെക്സ്റ്റ് സത്യം നമ്മുടെ മുന്നിലുണ്ട്, യുക്തിവാദികളുടെ മുന്നിലുണ്ട്, നമ്മുടെ മുന്നിലുണ്ട്. നിറയെ സത്യങ്ങളാണ്, പരലോകം ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുന്നത്. അത് കാണാൻ കഴിയുന്നവരാണ് സ്വർഗത്തിൽ കിടക്കുക, കാണാൻ കഴിയാത്തവരാണ് നരകത്തിൽ കിടക്കുക. അള്ളാഹ് ഇവിടെ പറയുന്നത്
ബന്ധങ്ങളോടുള്ള സമീപനം നമ്മുടെ ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള സത്യങ്ങൾ കാണാൻ കഴിയുകയില്ല എന്ന് അള്ളാഹു ഇവിടെ പറയുകയാണ്. ഇനി അതാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റിലുള്ള എന്താണ് ഇസ്ലാമിന് ബന്ധങ്ങളോടുള്ള നിലപാട്. ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ പലപ്പോഴും ഗൗരവത്തിലെടുക്കാത്ത വിഷയമാണ്. നമ്മുടെ മൊത്തം അമലുകൾ പാഴാക്കാൻ മാത്രം സ്ട്രെങ്ത് ഉള്ള ഒരു വിഷയമാണ് ഇസ്ലാമിന് ബന്ധങ്ങളോടുള്ള കാഴ്ചപ്പാട്. ഞാനിത് ഇത്രയും സ്ട്രെങ്ത്തിൽ പറയാൻ കാരണം, നിങ്ങൾ ഖുർആൻ തുറന്ന് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീഴ്ച പറ്റാൻ സാധ്യതയുള്ള കുറേ മേഖലകൾ അള്ളാഹ് പറയുന്നുണ്ട്. അതിലൊന്ന് സമ്പത്താണ്, 2 മക്കളും കുടുംബവുമാണ്, 3 പിന്നെ പല കാര്യങ്ങൾ, ലൈംഗികത, ഇതൊക്കെ വേറെ വിഷയമാണ്. പക്ഷെ വളരെ പ്രധാനമായിട്ട് ഖുർആൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന 2 കാര്യങ്ങൾ മാലു വൽ ബനൂൻ, ഈ 2 സാധനങ്ങളാണ്. എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് കാണാം. ഇസ്ലാമിൻ്റെ ബന്ധങ്ങളെക്കുറിച്ചുള്ള ബേസിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അള്ളാഹ് നിരന്തരം പറയുന്നത് നമ്മൾ ഒറ്റക്കാണ് ഈ ഭൂമിയിൽ വന്നത്. ഇതാണ് അള്ളാഹ് പറഞ്ഞു തുടങ്ങുന്ന ആദ്യത്തെ പോയിന്റ്. നമ്മൾ ഒറ്റക്കാണ് വന്നത്, ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളെ കൂടെ, മക്കളുണ്ടായിരുന്നില്ല, നമ്മൾക്ക് ഒരു ബന്ധവും, നമ്മൾ ഒറ്റക്കാണ് വന്നത്. നമ്മുടെ പ്രധാന ലക്ഷ്യം അള്ളാഹിനെ കണ്ടെത്തലാണ്. ഈ പ്രിമൈസ് ക്ലിയർ ആയാലേ ഇനി പറയുന്നത് ക്ലിയർ ആവുള്ളൂ. നമ്മുടെ പ്രധാന ലക്ഷ്യം ഈ ഭൂമിയിൽ അള്ളാഹിനെ കണ്ടെത്തലാണ്, അവൻ്റെ മാർഗത്തിൽ ജീവിക്കലാണ്, അവസാനം അവനിലേക്ക് അവനെ റിളയോടുകൂടി അവനെ കണ്ടെത്തലാണ്. എന്ന് വെച്ചാൽ ഏറ്റവും വലുത് അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്. ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ പറയുന്നത് ഭൂമിയിൽ പിന്നെ അള്ളാഹു നമുക്ക് തന്നതാണ്. എന്ത്? വിഭവങ്ങൾ, മാല്, സമ്പത്ത് നമുക്ക് അള്ളാഹ് തന്നതാണ്. ഏത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണോ നമ്മൾ ജീവിക്കേണ്ടത് ആ അള്ളയാണ് നമുക്ക് ബന്ധങ്ങൾ തന്നത്, ആ അള്ളയാണ് നമുക്ക് കണ്ണ് തന്നത്, ആ അള്ളയാണ് നമുക്ക് സമ്പത്ത് തന്നത്. ഈ തന്നതൊക്കെ താൽക്കാലികമായ പരീക്ഷണമാണ്. താൽക്കാലികമായ പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനത്തിലൂടെ നമ്മളെ ടെസ്റ്റ് ചെയ്യാണ് അള്ളാഹു. എന്താ ടെസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ നിലപാട് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞാൽ അതിലൊരു അപകടമുണ്ട്. ആ സാധനം നമ്മളെ തെറ്റിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്ന് വെച്ചാൽ സമ്പത്ത് പരീക്ഷണമാണ് എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊണ്ട് സക്കാത്ത് കൊടുത്ത് നമുക്ക് സ്വർഗത്തിലും പോവാം, അതേ സമ്പത്ത് കൊണ്ട് പലിശ എടുത്തുകൊണ്ട് നമ്മൾ നരകത്തിൽ പോകാം. അതൊരു പരീക്ഷണമാണ്. ഇതേ പോയിന്റ് ഓഫ് വ്യൂ ഏതിനുമുണ്ട്? നമ്മളുടെ ബന്ധങ്ങൾക്കുമുണ്ട് എന്ന് ഖുർആൻ നിരന്തരം പറയുന്നതായിട്ട് കാണാൻ കഴിയും. സൂറത്ത് തഗാബുനിൽ ഈ പ്രയോഗമൊക്കെ നമ്മൾ വിചാരിക്കും നമ്മുടെ ഒരു ഫാമിലിനെ കുറിച്ചുള്ള കൺസെപ്റ്റിൽ വെച്ചുകൊണ്ട് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില പ്രയോഗങ്ങൾ ഖുർആൻ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. ഇത് ഖുർആൻ പറയുന്നതാണ്. ഇന്നമാ അംവാലുക്കും, നിങ്ങളുടെ സമ്പത്ത്, വ ഔലാദുക്കും, നിങ്ങളുടെ മക്കൾ, ഫിത്നയാണ്. ഫിത്ന എന്ന് പറഞ്ഞാൽ എന്താണ്? കുഴപ്പം എന്നല്ല അർത്ഥത്തിലല്ല പറയുന്നത്. ഫിത്ന എന്ന് പറഞ്ഞാൽ പരീക്ഷണമാണ്. പരീക്ഷണം എന്ന് പറഞ്ഞാൽ അതിനെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും? നരകത്തിലെത്തിക്കും. വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം. ആരടുത്താണ് അജ്റുൻ അലീം ഉള്ളത്? മക്കളുടെ അടുത്തല്ല. ആരടുത്താണ്? അള്ളാഹിൻ്റെ അടുത്താണ്. ശരിയായ നിലപാടെടുക്കണം. എന്താണ് ശരിയായ നിലപാട്? എല്ലാ ബന്ധങ്ങളും ആദർശത്തിന് വേണ്ടിയും ആദർശത്തിന് താഴെയുമായിരിക്കണം. ഇതാണ് ശരിയായിട്ടുള്ള ബന്ധം. എല്ലാ ബന്ധങ്ങളിലൂടെയും നമ്മൾ സ്വർഗത്തിൽ നേടണം. എല്ലാ ബന്ധങ്ങളും അള്ളയും ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ അള്ളയായിരിക്കണം മുകളിൽ. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പിന്നെ ആയിഷ ബീവി പറയുന്നത് പിന്നെ വളരെ സിമ്പിൾ ലളിതമായ ഹദീസ് മനസ്സിലാക്കി നമുക്ക് മനസ്സിലാവും. പ്രവാചകനോളം ഭാര്യമാരെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പ്രവാചകന് ഭാര്യമാരെ അത്ര ഇഷ്ടമായിരുന്നു, ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. ബാങ്ക് കൊടുത്താൽ പ്രവാചകനെ പിന്നെ നമ്മളടുത്ത് കാണൂല. അതാണ് അതിൻ്റെ ഒരു അതിൻ്റെ എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളും അള്ളയും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അള്ളയായിരിക്കും മുകളിൽ, ബന്ധങ്ങൾ താഴെയായിരിക്കും. ഇതിലാണ് നമ്മൾ വീണു പോകുന്നത് എന്ന് കാണാൻ പറ്റും. അതാണ് ഈ ആയത്തിൽ പറയുന്നത് കുല്ലുംരിഇൻ ബിമാ കസബ റഹീൻ എന്നുള്ളത്. അതേപോലെ തന്നെ ബന്ധങ്ങൾക്ക് നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഖുർആൻ സ്ട്രെസ് ചെയ്ത് പറയുന്നു. എന്താ ഉത്തരവാദിത്തം? രക്തബന്ധം ചേർക്കുക എന്നത്, മാതാപിതാക്കളോട് അവരെ നോക്കുക എന്നുള്ളത്, മഅറൂഫ് ഏറ്റവും നന്നായിട്ട് പെരുമാറുക എന്നുള്ളതൊക്കെ എന്താണ്? നമ്മളെ ബന്ധങ്ങളോടുള്ള ഉത്തരവാദിത്തം. എന്ന് മാത്രമല്ല ഒരു അഡീഷണൽ സാധനം കൂടിയുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസക്കും വ അഹ്ലീക്കും നാറ. ഭയങ്കര എന്ന് വെച്ചാൽ ഒരു പിന്നെ മൂർച്ചയോടുകൂടി നമ്മളെ ഉള്ളിൽ ഇറങ്ങേണ്ടുന്ന സാധനമാണ്. കു അൻഫുസക്കും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് കു അൻഫുസക്കും? നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക. അത് പോരാ. അഹ്ലീക്കും നാറ, കുടുംബത്തെ മാത്രമല്ല അഹ്ലീക്കും, നമ്മളുമായി ബന്ധപ്പെടുന്നവരെയൊക്കെ സ്വർഗത്തേക്ക് എത്തിക്കലും നമ്മളെ പണിയാണ്.
അപ്പോൾ അള്ളാഹു ആണ് ഏറ്റവും മുകളിൽ, അള്ളാഹിൻ്റെ താഴത്തെ ബന്ധങ്ങൾ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബന്ധങ്ങൾ ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല. ബന്ധങ്ങളോട് ഏറ്റവും നനവുള്ള രീതിയിൽ നമ്മൾ അതിന് എല്ലാ ഉത്തരവാദിത്വം നിർവഹിക്കണം എന്നും മാത്രമല്ല അവരെ നമ്മൾ എന്ത് ചെയ്യണം, സ്വർഗത്തിൽ എത്തിക്കണം. എങ്ങനെ ഈ പണിയൊക്കെ നമ്മൾ ചെയ്യുക എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. നമ്മളിതിൻ്റെ പ്രശ്നം നമ്മളിതിൻ്റെ ഏതെങ്കിലും ഒരു എക്സ്ട്രീമിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന്. പലപ്പോഴും നമുക്ക് ബന്ധങ്ങൾ എന്ന് പറയുമ്പം പലതും ഇതിനു വേണ്ടി സാക്രിഫൈസ് ചെയ്യാം. അടിസ്ഥാനപരമായ ഉത്തരവാദിത്തങ്ങൾ ബന്ധങ്ങൾക്ക് വേണ്ടി ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളൊരു ഫീലിംഗ് നമ്മുടെ മനസ്സിൽ വരും. ഇത് കുടുംബത്തിന് വേണ്ടിയല്ലേ എന്നൊരു അപകടത്തിലേക്ക് നമുക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് ബന്ധങ്ങൾ ഇത്രക്ക് ഖുർആൻ പരാമർശിക്കുന്നത് എന്നതിന് കുറേ കാരണങ്ങളുണ്ട്. അതിലൊന്ന്, സ്നേഹം നമുക്ക് ഊഹിക്കാൻ കഴിയാവുന്നതിലപ്പുറം സ്ട്രെങ്ത് ഉള്ള ഒരു സാധനമാണ് സ്നേഹം. സ്നേഹമുള്ളിടത്തേ നമുക്ക് നമ്മളെ കൊടുക്കാൻ കഴിയുള്ളൂ. സ്നേഹിക്കുന്നതിനെ നമുക്ക് നമ്മളെ സമർപ്പിക്കാൻ കഴിയുള്ളൂ. സ്നേഹിക്കുന്ന ഒരാളെ കൂടെ നമുക്ക് നിൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ അള്ളാഹിനെ സ്നേഹിച്ചിട്ട്, പ്രവാചകനെ സ്നേഹിച്ചിട്ട്, ഇസ്ലാമിക പ്രവർത്തനത്തെ സ്നേഹിച്ചിട്ട് മതി എല്ലാ സ്നേഹവും എന്ന് ഖുർആൻ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഖുർആനിൽ സൂറ തൗബയിൽ 24-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നത്, കുൽ ഇൻകാന ആബാഉക്കും, നിങ്ങളുടെ പിതാക്കൾ, വ അബ്നാഉക്കും മക്കൾ, ഇഖ്വാനുക്കും സഹോദരന്മാർ, അങ്ങനെ എല്ലാ ബന്ധങ്ങളെയും അപ്പുറത്ത് വെച്ചിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, അഹബ്ബ ഇലൈക്കും നിങ്ങൾക്ക് ഇവരെയാണോ ഇഷ്ടം, മിനല്ലാഹി അള്ളാഹിനേക്കാൾ, വ റസൂലിഹി പ്രവാചകനേക്കാൾ, വ ജിഹാദിൻ ഫി സബീലി അള്ളാഹിൻ്റെ മാർഗത്തിലെ പ്രവർത്തനത്തേക്കാൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ബന്ധങ്ങളാണ് ഇഷ്ടമെങ്കിൽ ഫതറബ്ബസു നിങ്ങൾ കാത്തു നിന്നുകൊള്ളുക, ഹത്താ യഅതി അല്ലാഹു ബി അംരിഹി അള്ളാഹിൻ്റെ കൽപ്പന വരുന്നത് എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അള്ളാഹുവിനെയും റസൂലിനെയും ഇസ്ലാമിക പ്രവർത്തനത്തേക്കാൾ ബന്ധങ്ങൾ, ഹുബ്ബ്, സ്നേഹം അവിടെ. അപ്പം സ്നേഹം വളരെ പ്രധാനമാണ്. സ്നേഹം നമുക്കിങ്ങനെ ഭയങ്കര തലകുത്തി പറഞ്ഞാലും ആത്മീയത ഉണ്ട്, അള്ളാഹിനോട് റെസ്പെക്റ്റ് ഉണ്ട്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹിനോട് സ്നേഹം ഇല്ലെങ്കിൽ നമുക്ക് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ കഴിയില്ല. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്, എന്തിനാണ് ഒരാൾ ബന്ധം വെക്കുന്നതെന്ന് ആലോചിച്ചാൽ അള്ളാഹ് എന്തുകൊണ്ടാണെന്ന് പറയുന്നതെന്ന് മനസ്സിലാവും. എന്തിനാണ് ഇപ്പോൾ നമ്മൾ ബന്ധം വെക്കുന്നത്? നിങ്ങൾ ആലോചിക്കുക, നമുക്ക് ഒറ്റയ്ക്ക് ജീവിച്ചാൽ പോരെ. എന്തുകൊണ്ടാണ് നമ്മൾ ബന്ധങ്ങൾ വെക്കുന്നത്? സയൻറ്റിഫിക്കലി, ഫിലോസഫിക്കലിയും സൈക്കോളജിക്കലി എന്തുകൊണ്ടാണ്? നിങ്ങൾ ഗൂഗിളിൽ വെറുതെ അടിച്ചോ, എന്തിനാണ് നമ്മൾ റിലേഷൻ വെക്കുന്നത്? കുറേ കാരണമുണ്ട്. ഒന്ന്, നമ്മൾ അപൂർണനാണ്. നമുക്ക് തന്നെ അറിയാവുന്നത്, നമ്മളുടെ ഭയത്തിൽ നിന്നും സുരക്ഷ നൽകുന്നത് ബന്ധങ്ങളാണ്. നമ്മുടെ പേടിയിൽ നിന്നും സുരക്ഷ നൽകുന്നത് ബന്ധങ്ങളാണ്. നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. നമ്മളെ ഏകാന്തതയിൽ നമുക്കൊരു കൂട്ടായില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ കുറേ നേരം നിങ്ങൾ കൊറോണ സമയത്ത് നമ്മളത് അനുഭവിച്ചാണ്. ജയിലിൽ ജീവിക്കുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കാൻ കഴിയും. മനുഷ്യൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഏകാന്തത സഹിക്കാൻ കഴിയില്ല. ഇതിന് സ്നേഹം കൊണ്ടുള്ള കൂട്ട് ബന്ധമാണ്. ഒറ്റയ്ക്ക് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയില്ല. എനിക്ക് വേണമെങ്കിൽ കൃഷി ചെയ്യാം, പക്ഷേ നേരത്തെ പറഞ്ഞ മാതിരി ഇറച്ചിയാര കൊണ്ടുതരാം. ഇത് മനുഷ്യന് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ബന്ധങ്ങൾ വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ തലമുറകളിലൂടെയാണ് നമ്മളൊരു എന്താണ് നമ്മളെ തുടർച്ച എന്ന് പറയുന്നത് മക്കളിലൂടെയാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ മനുഷ്യന് വളരെ ആവശ്യമാണ്. ഇതിൻ്റെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏകാന്തതക്ക് കൂട്ടാകാൻ ആകെ കഴിയുന്നത് അവരാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. അള്ളാഹ് വിചാരിച്ചത് കൊണ്ടാണ് നമുക്ക് ആ കൂട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത്, അല്ലഫ ബൈന കുലൂബിക്കും ലൗ അൻഫക്തും മാഫിൽ അർളി ജമീഅൻ മാ അൻഫക്തും എന്ന് വെച്ചാൽ മാ അല്ലഫ എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കൂട്ടിയിണക്കിയത് ആരാണ്? അള്ളയാണ്. നിങ്ങൾ ഭൂമിയിലെ എന്തൊക്കെ മില്യൺസ് ചിലവാക്കിയാലും ഒരു ബന്ധം നന്നാക്കണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് നന്നാക്കാൻ കഴിയില്ല. ആ ബന്ധം നന്നാക്കി തന്നത് അള്ളാഹുവാണ്. അപ്പം നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് നമ്മുടെ ഏകാന്തതക്ക് കൂട്ടിവരാണ്, ഇവരില്ലാതെ നമുക്ക് രക്ഷയില്ല, നമുക്ക് സുരക്ഷ തരുന്നത് ഇവരാണ്, ഇതൊക്കെ അള്ളാഹു തന്നത് കൊണ്ടാണ് നമുക്കത് സാധ്യമാകുന്നത് എന്ന് മനസ്സിലാക്കാത്തടത്ത് മനുഷ്യൻ എന്ത് ചെയ്യും? ബന്ധങ്ങൾ നമ്മളെ അപകടത്തിലാക്കും. ആത്യന്തിക ബന്ധം എന്ന് പറയുന്നത് അള്ളാഹിനോടാണ്. അതാണ് ഈ ആയത്തിൽ പറയുന്നത്, ഇന്നാ കുന്ന മിൻ ഖബുലു നദ്ഉഹു. ഈ സ്വർഗത്തിൽ കടന്നവർ പറയുന്നത്, മുന്നേ നമ്മൾ അള്ളാഹിനെ വിളിച്ചിരുന്നു, ഇബാദത്ത് ചെയ്തിരുന്നു എന്നല്ല പറയുന്നത്. നദ്ഉ എന്ന് പറഞ്ഞാൽ വിളിച്ചിരുന്നു. വിളിക്കലെന്ന് പറഞ്ഞാൽ ആത്മബന്ധമാണ്, ഇമോഷണൽ ആയിട്ടുള്ള ഇതാണ്. ബന്ധങ്ങളെക്കാൾ നമ്മൾ എന്ത് ചെയ്തിരുന്നു? അള്ളാഹ്ക്ക് ആ ഒരു പ്രിഫറൻസ് നമ്മൾ കൊടുത്തിരുന്നു എന്ന് അള്ളാഹു പറയുന്നതായിട്ട്. അതേപോലെ തന്നെ ഈ ആയത്തിൽ പറയുന്നത് ഇന്നഹു ഹുവൽ ബർറുർ റഹീം എന്നാണ്. എന്തുകൊണ്ടാണ് അള്ളാഹിൻ്റെ ബർറുർ റഹീം എന്ന രണ്ട് ക്യാരക്ടർ ബന്ധങ്ങളോട് ചേർത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കുന്നത് നന്മകൾ വരുന്നത് ബന്ധങ്ങളിൽ നിന്നാണ്. പക്ഷെ സ്വർഗത്തിൽ കടന്നവർ പറയുന്നത്, നമ്മൾ വിശ്വസിച്ചിരുന്നു എല്ലാ നന്മയും വരുന്നത് അൽ ബർറ് അള്ളാഹിൻ്റെ അടുത്ത് മാത്രമാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കുറവുകൾ നീക്കുന്നത് നമ്മുടെ ഉപ്പയും ഉമ്മയും ഭാര്യയുമാണെന്നുള്ളതാണ്.
സ്വർഗത്തിൽ കടന്നവർ പറയുന്നത് അള്ളാഹുവാണ് അർ റഹീം. റഹീം എന്ന് പറഞ്ഞാൽ എല്ലാ കുറവുകളും നികത്തുന്നത് അവൻ മാത്രമാണ് എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? രണ്ടാമത്തെ പോയിന്റ് അതാണ്. മൂന്നാമത് എന്തുകൊണ്ടാണ് ഖുർആൻ ഇത്രയും ബന്ധങ്ങളെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് പെട്ടെന്ന് മനസ്സിലാകുന്ന സാധനമാണ്. ബന്ധങ്ങൾ കൂടുതൽ ജീവിക്കാൻ നമുക്ക് ഒരു വല്ലാത്ത ആഗ്രഹം തരും. ബന്ധങ്ങൾ ഭൂമിയോട് നമ്മളെ ഒട്ടി നിർത്തും. സത്യമാണത്. നമ്മൾ മരിക്കുമ്പം ഏറ്റവും വലിയ വിഷമം ബന്ധങ്ങളെ വിട്ടുപോകുന്നു എന്നതാണ്. ബന്ധങ്ങൾ ഭൂമിയുമായി നമ്മൾ ഒട്ടി നിർത്തും. ഇതിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ആ നെഗറ്റീവ് ഭാഗത്തേക്ക് പോകുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഭൂമിയല്ല, നമ്മുടെ പരലോകമായിരിക്കണം നമ്മുടെ മനസ്സിൽ നിറയുന്നത്. ബന്ധങ്ങളോടുള്ള എല്ലാ സ്നേഹം കാണിക്കുമ്പോഴും പിടിച്ചു നിർത്താൻ നമ്മൾ വിട്ടുകൊടുക്കരുത്. എന്ന് വെച്ചാൽ ഭൂമിയല്ല എല്ലാം എന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ ഖിയാമത്ത് നാളിൻ്റെ ഖുർആൻ്റെ വിവരണത്തിൽ ഒരു വിവരണമുണ്ട്, ഞാൻ എപ്പോഴും പറയുന്നതാണ്. മുലയൂട്ടുന്ന ഉമ്മമാർ ആ കുട്ടികളെ വലിച്ചെറിയും എന്നാണ്. അതിലപ്പുറം ബന്ധങ്ങളെ പൊളിക്കുന്ന വേറൊന്നും പറയാനില്ല. എന്തുകൊണ്ടാണ് അള്ളാഹു ഖിയാമത്ത് നാളിൽ അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമിയിലെ അത്രയും പവിത്രമായ അത്രയും ആഴമുള്ള ബന്ധം ഒരു മുലയൂട്ടുന്ന ഉമ്മയും മോനും തമ്മിലാണ്. അതുപോലും ഖിയാമത്ത് നാൾ ഈ ഭൂമി ഇല്ലാതാവുമ്പം ഒന്നുമല്ലാതെ ആകും. അള്ളാഹുവുമായിട്ടുള്ളത് മാത്രമാണ് ശാശ്വത ബന്ധമെന്ന് നമ്മൾ വിശ്വസിക്കുക. ഇതാണ് ഷഫക്ക് എന്ന് പറഞ്ഞാൽ. ബന്ധങ്ങളുടെ കാര്യത്തിൽ ഒരു അപ്രഹെൻഷൻ, ഒരു ജാഗ്രതയുള്ള നിലപാടെന്ന് വെച്ചാൽ ഭൂമിയുമായി ഒട്ടി നിർത്തരുത്. എന്ന് വെച്ചാൽ ഇസ്ലാമിക പ്രവർത്തനം ചെയ്യാൻ ബന്ധങ്ങൾ തടസ്സമാകരുത്. നമ്മൾ എന്ത് ചെയ്യുക? അവരെ പറഞ്ഞ് മനസ്സിലായി ആ ബന്ധങ്ങളിലൂടെ നമ്മൾ നഷ്ടത്തിലാകുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് നല്ല നിലപാടുകൾ എടുക്കാൻ ബന്ധങ്ങൾ എന്ത് ചെയ്യരുത്? തടസ്സമാകരുത് എന്നത് എന്ത് ചെയ്യണം? നമ്മൾ ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു, ഈ ഹദീസൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അന്ത്യനാളിൽ ഒരാൾ ഹാജരാക്കപ്പെടും. അയാളുടെ നന്മകളെല്ലാം അയാളുടെ കുടുംബം തിന്നു കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതിലപ്പുറം എന്താ പറയുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഖുർആൻ ഇത് പഠിപ്പിക്കാൻ ധാരാളം ബന്ധങ്ങളുടെ എക്സാമ്പിൾസും ഖുർആനിൽ പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് എന്തൊക്കെയാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ എന്തിനാണ് അള്ളാഹു ഇത് നമ്മളോട് പറയുന്നത്? നൂഹ് നബി അലൈഹി ഇസ്ലാമും മകനും. എന്തിനാണ് ആ ഫൈനൽ മൊമെൻറ്റിനെ കുറിച്ച് അള്ളാഹ് പറയുന്നത്? നൂഹ് നബി അലൈഹി ഇസ്ലാം എന്ന ഉപ്പ മോനെ രക്ഷിച്ചൂടെ എന്ന് അള്ളാഹിനോട് കേഴുന്നതും, ആ മോന് നിന്റെ അഹിലല്ല എന്ന് പറയുന്ന സൃഷ്ടാവും. എന്തിനാണ് ആ രംഗം അള്ളാഹു നമ്മളെ പഠിപ്പിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഭൂമിയിൽ ഏറ്റവും നല്ല വിശ്വാസികളുടെ 2 ഉദാഹരണങ്ങൾ പറയുന്നത് ആരൊക്കെയാണ്? ഒന്ന് ഫിർഔന്റെ ഭാര്യയാണ്, രണ്ടാമത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയാണ്. രണ്ടും ബന്ധങ്ങളുമായിട്ടുള്ള ഇതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഉപ്പയും തമ്മിലുള്ള ബന്ധം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമും അബൂലഹബും തമ്മിലുള്ള ഈ ബന്ധങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ബന്ധങ്ങളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റിയിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിളിക്കുക അല്ലയോ ഉപ്പ, ഏറ്റവും ബഹുമാനത്തോടു കൂടിയാണ്. പക്ഷേ വിഗ്രഹാരാധന അത് പറ്റില്ല. അവിടെയാണ് അള്ളാഹ് മുകളിൽ വരുന്നത്. ഷഫക്ക് അതാണ്. ബന്ധങ്ങളോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോഴും ആ ആദർശം എപ്പോഴും മുകളിൽ വരുന്നതാണ് എന്നുള്ളതാണ്. ഇതാണ് ബന്ധങ്ങളെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ നിലപാട് എന്ന് നമ്മൾ വളരെ ക്ലിയറായിട്ട്. അപ്പോൾ ഷഫക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് ബന്ധങ്ങളോട്. ഷഫക്ക് എന്ന് വെച്ചാൽ സൂക്ഷ്മതയാണ്. ബന്ധം ഒഴിവാക്കില്ല, സൂക്ഷ്മതയാണ്, ജാഗ്രതയാണ്, എപ്പോഴും അലേർട്ട്നെസ് ആണ് ഷഫക്ക് എന്ന് പറയുന്നത് എന്ന് കാണാൻ പറ്റും. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ ഷഫക്ക് ഉപയോഗിച്ചത്, ജാഗ്രത ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബന്ധങ്ങളെ അപകടത്തിലാക്കുന്നത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. വളരെ സട്ടിലായിട്ട്, വളരെ ഇൻഡയറക്റ്റ് ആയിട്ട്, വളരെ മെല്ലെ. ഇപ്പോൾ ഒരാൾ നീ വാടാ കള്ളുടിക്കാൻ പോവാം എന്ന് പറയുന്ന പോലെ വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു നരകത്തിലേക്കുള്ള വിളിയായിരിക്കില്ല. വളരെ മെല്ലെ സൂക്ഷിച്ചാൽ മാത്രം മനസ്സിലാകുന്നതായിരിക്കും ബന്ധങ്ങളോടുള്ള അപകടം എന്നുള്ളത്. ഇതൊക്കെ പറയുമ്പം ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നതിനെ കുറിച്ചൊന്നുമല്ല ഈ പറയുന്നത്. ഇതിൻ്റെ ഒരു പാർട്ട് ഞാൻ പറയുകയാണ്. രണ്ടാമത്തെ വലിയൊരു ഭാഗം അത് വെച്ചുകൊണ്ട് തന്നെ 2 ക്ലാസ് എടുക്കാം. ബന്ധങ്ങളോടുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ക്ലാസ് വേറെ തന്നെ പറയുന്നുണ്ട്. അതിനെ ഞാൻ അവഗണിച്ചുകൊണ്ടല്ല പറയുന്നത്. പക്ഷെ നമുക്ക് കുറവുള്ളത് ഈ ഭാഗമാണ്. ഇത് വെക്കുമ്പോൾ തന്നെ അള്ളാഹുവിനോട്. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, അതും കൂടെ പറഞ്ഞിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളും സ്വർഗത്തിലെത്തണം, അവരെയും സ്വർഗത്തിൽ എത്തിക്കണം. അതിന് നമ്മൾ നമുക്കുണ്ടാവേണ്ടുന്നൊരു തിയറി, വൈകാരികത കൊണ്ട് തെറ്റിന് കൂട്ടു നിൽക്കരുത്. യാഥാർത്ഥ്യ ബോധം കൊണ്ട് അവരെയും കൂടി നമ്മൾ എന്ത് ചെയ്യുക? സ്വർഗത്തിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. വൈകാരികത കൊണ്ടാണ് നമ്മൾ തെറ്റിന് കൂട്ടിക്കുന്നത്. കുഴപ്പമില്ല, മോനല്ലേ, അവൻ്റെ സ്നേഹമല്ലേ, മോൻ ഉറങ്ങിക്കോട്ടെ, സുബിയല്ലേ, ഉറങ്ങിക്കോട്ടെ. വൈകാരികത കൊണ്ട് തെറ്റിന് കൂട്ടിക്കരുത്. നിങ്ങൾ ഇന്ന് പോണ്ട അയാളെ സഹായിക്കാൻ, നാളെ പോയിക്കൂടെ, നമുക്ക് ഇന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൂടെ എന്ന് ഭാര്യ പറയുമ്പം, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യനോട് പറയുമ്പം വൈകാരികത കൊണ്ട് തെറ്റിന് കൂട്ടു നിൽക്കരുത്.
യാഥാർത്ഥ്യ ബോധം കൊണ്ട് അവരെ കൂടെ തിരുത്തിയിട്ട് അവരെയും, കാരണം ആ പറയുന്നതിലൂടെ അവരും എവിടത്തേക്കാണ് പോകുന്നത്? നരകത്തിലേക്കാണ് പോകുന്നത്. ആ തിരുത്ത് നമ്മൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവസാനം ഒരൊറ്റ ആയത്തും കൂടെ പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കാം. ഈ ആയത്ത് മതി ഇതെല്ലാം സമ്മറൈസ് ചെയ്തുകൊണ്ട് ബന്ധങ്ങളെക്കുറിച്ച് എത്ര സുന്ദരമായിട്ടാണ് അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത് നോക്കുക. സൂറ ലുക്മാനിൽ 14-ാമത്തെ ആയത്തിൽ വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ. നിങ്ങൾ എന്ത് ചെയ്യണം? ഉമ്മാനോട് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറണം. എന്ന് വെച്ചാൽ ബിവാലിദ ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യണം? ഉമ്മാനോട് പെരുമാറണം. കാരണം പറയുന്നുണ്ട്, ഉമ്മയാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹ് അത് റെക്കഗ്നൈസ് ചെയ്യാണ്. ഉമ്മയാണ് നിങ്ങളെ ഭാരിച്ചുകൊണ്ട് നിങ്ങളെ ക്യാരി ചെയ്തിട്ട് നിങ്ങളെ പ്രസവിച്ചത് ഉമ്മയാണ്. ഫിയാമീനി അനിഷ്കുർലി വലി വാലിദൈക ഇലയൽ മസീർ. അപ്പോൾ ക്ലിയർ ആണ് എന്താണ് ആ ഉത്തരവാദിത്തം, ബന്ധങ്ങളൊക്കെ പറയുന്നു. ഖുർആൻ്റെ സൂക്ഷ്മത, ഖുർആൻ്റെ പെർഫെക്ഷൻ ഇവിടെയാണ് കിടക്കുന്നത്. അടുത്ത ആയത്ത് ഇവിടെ പറഞ്ഞു നിർത്തിയിരുന്നെങ്കിൽ മാതാപിതാക്കളെയും പിന്നെ ബന്ധങ്ങളെക്കുറിച്ചുള്ള സുന്ദരമായൊരു വാക്കായിട്ട് നമ്മളിത് പറയാറുണ്ട്. പക്ഷെ ഇതിന് തൊട്ടടുത്തുള്ള ആയത്ത് നമ്മൾ കോട്ട് ചെയ്യാറില്ല. അടുത്ത ആയത്തല്ല, അതേ ആയത്തിൻ്റെ അടുത്ത ഭാഗം. وَإِنْ جَاهَدَاكَ عَلَى أَنْ تُشْرِكَ بِي مَا لَيْسَ لَكَ بِهِ عِلْمٌ فَلَا تُطِعْهُمَا. അവരെങ്ങാൻ നിങ്ങളോട് ഷിർക്കിന് വേണ്ടി കൽപ്പിച്ചാൽ അവരനുസരിക്കരുത്. കറക്റ്റാണ്. അവരാണ് നിങ്ങളെല്ലാം, ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം, അവരെല്ലാം ചെയ്യണം, എല്ലാം ചെയ്യണം. അവരെങ്ങാൻ അള്ളാഹിനേക്കാൾ പ്രിഫറൻസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യരുത്? വലാ തുതിഹുമ. അവിടെ നിർത്തിയിരുന്നെങ്കിലും നമുക്ക് പറയായിരുന്നു ഇത് ഓക്കെ എന്ന്. ഇനി എന്താ പറയുന്നത്? വസ്വാഹിബഹുമ ഫിദ്ദുന്യ മഅറൂഫ. ശരിക്കും കണ്ണുനീര് വരുന്ന പ്രയോഗങ്ങൾ ആലോചിച്ച്. ഖുർആൻ എത്ര സുന്ദരമാണ്. ഖുർആൻ നോക്കിയാൽ എത്ര പെർഫെക്റ്റ്ലി ആണ് ആ സൈക്കിള് കംപ്ലീറ്റ് ചെയ്യുന്നത്. അവർ നിങ്ങളോട് ഷിർക്കാണ്ട്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനമാണ് ഷിർക്ക്. പറഞ്ഞാൽ അവരനുസരിക്കരുതെന്ന് പറഞ്ഞാൽ അതേ പടച്ചവൻ തൊട്ടുടനെ പറയുന്നത് എന്നാലും നിങ്ങൾ ഭൂമിയിൽ അവരോട് മാന്യമായിട്ട് പെരുമാറണം എന്നാണ്. അതാണ് ഖുർആൻ. ഇതാണ് ഖുർആൻ്റെ പെർഫെക്ഷൻ. പിന്നെ ഈ ബന്ധങ്ങളെക്കുറിച്ചുള്ള ഇത് നമുക്ക് ക്ലിയർ ആകുന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതിൻ്റെ ജീവിത പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മളും ബന്ധങ്ങളുമായിട്ടുള്ള നമ്മുടെ നിലപാടുകൾ നമ്മൾ പരിശോധിക്കുക. വളരെ സൂക്ഷ്മമായിട്ട്, വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടി, മെല്ലെ സമാധാനത്തിൽ ഇതാക്കുക. ഏതെങ്കിലും പോയിന്റിൽ, ഏതെങ്കിലും നിലപാടിൽ ബന്ധങ്ങൾ അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ തടസ്സമാവുന്നുണ്ടോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യുക, അത് കറക്റ്റ് ചെയ്യുക. ഏതെങ്കിലും പോയിന്റിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധങ്ങൾ പൂർത്തീകരിക്കാൻ ബന്ധങ്ങളോട് തടസ്സമാവുന്നുണ്ടോ എന്ന് നമ്മൾ പൂർത്തീകരിക്കുക. രണ്ടാമത്. മൂന്നാമത്, അവരെ സ്വർഗത്തിലെത്തിക്കാൻ, സ്വർഗത്തിലും അവരൊന്നിച്ച് പിന്നെ സന്തോഷിച്ചിരിക്കാനുള്ള പണി നമ്മൾ എടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. പഠിച്ചോ നമ്മളൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ കൂടെ സ്വർഗത്തിൽ ഇരിക്കാനുള്ള, അവൻ്റെ സാമീപ്യം അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പഠിച്ചോ നമ്മുടെ മക്കൾക്കൊക്കെ ഈമാൻ കൊടുക്കുമാറാകട്ടെ, തിരിച്ചറിവ് കൊടുക്കുമാറാകട്ടെ. നമ്മളുടെ മക്കളോടും എല്ലാ ബന്ധങ്ങളോടും അള്ളാഹു ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാനുള്ള ഒരു ഈമാനും തിരിച്ചറിവും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക.